ഒക്കെ എത്ര ആളുകളുണ്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ. അതിനനുസരിച്ചാണ് ഈ ഉമ്മത്തിന് അള്ളാഹു വിലയിടുന്നത്. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന വില പ്രത്യേകിച്ച് സുബഹി നിസ്കാരത്തിന്റെ സ്വഫ് നോക്കിയിട്ടാണ്. സുബഹി പെരുന്നാക്ക് ആള് കൊള്ളാൻ വേണ്ടിയിട്ടാണ് പള്ളി വലുതാക്കല്ലേ. പെരുന്നാക്ക് ഒരിക്കൽ നിസ്കരിക്കാത്തവന് പെരുന്നാക്ക് ഇപ്പം വന്നു വരും, അവനിപ്പോൾ ആഘോഷമല്ലേ. പക്ഷേ സുബഹി നിസ്കാരത്തിന് ഡെയിലി ആ നാട്ടിൽ മഹല്ലിൽ ഹാദറായ ആളുകൾ എത്ര പേര് വരുന്നുണ്ട്? ഇതൊരു വിഷയമാണ്. എത്ര കൂലിയാണെന്നല്ലേ. വീട്ടിൽ നിന്ന് ഉദുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ വാഹന സൗകര്യം ഉണ്ടായിരിക്കാം, നടക്കാവുന്ന ദൂരമാണോ നടന്നിട്ട് തന്നെ പോവുക. എത്രയൊക്കെ ഉപകാരം. രാവിലത്തെ ഫ്രഷ് എയർ, ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ഓക്സിജൻ കിട്ടുന്ന സമയമാണ് ഒന്ന്. കാരണം അധികം മലിനീകരണങ്ങളൊന്നും ഉണ്ടാവില്ല, ഒച്ചപ്പാടില്ല, ബഹളമില്ല. പിന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ വളരെ മനോഹരമായിരിക്കും, ചൂടൊന്നും ആയിട്ടില്ല. സൂര്യൻ ഉദിച്ചു വരുന്ന നേരം ആ വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും. ഒന്ന്, നല്ല ഫ്രഷ് എയർ കിട്ടും, മനസ്സമാധാനം കിട്ടും. ഈ രാവിലെ ഇറങ്ങി നടക്കുന്നത്, റോഡിലൂടെ ഒന്നും പോണ്ടേ, ബസ്സൊക്കെ തട്ടിപ്പോയി പോകും. അതുകൊണ്ട് സേഫായ സ്ഥലത്ത് കൂടെ നടക്കുക. ആ നടക്കുന്നത് മനസ്സിന് ഉത്സാഹമാണ്. ലോകത്ത് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നതിന്റെ കണക്കെടുത്തപ്പോ ഏറ്റവും കൂടുതൽ സൈലന്റ് അറ്റാക്ക് വന്ന് ഉറക്കത്തിൽ മരിച്ചു പോകുന്നത് രാവിലെ 8 മണിക്കാണ്. നിങ്ങൾ അതിന്റെ കണക്ക് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. രാവിലെ 8 മണിക്കാണ് മനുഷ്യന്മാർ മരിക്കുന്നത്. ഉറക്കത്തിൽ നോൺ സ്റ്റോപ്പ് ഉറങ്ങിയിട്ട് ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നതിന്റെ 99% മരണങ്ങളും രാവിലെ 7 മണി 8 മണിക്കുള്ളിലാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പഠനം നടന്നപ്പോൾ ഒരു വിചിത്രമായ ഒരു കൂട്ടിവായിക്കൽ നടന്നത്, സുബഹി നിസ്കാരത്തിന് എണീക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡേഞ്ചർ ഒഴിവായി കിട്ടും. കാരണം ആ സമയത്ത് എണീക്കുകയാണ്. നോൺ സ്റ്റോപ്പ് ഉറങ്ങുന്ന ആളുകൾക്ക് അറ്റാക്ക് വരാൻ, ശരീരം നം എന്ന് പറയില്ലേ, ഒരു മരവിപ്പ് പോലെ അനക്കമില്ലാതെ ബ്ലഡ് പമ്പിങ് നിലച്ചു പോകുന്ന അല്ലെങ്കിൽ സ്ലോ ആയി പോകുന്ന സമയം കണ്ടെത്തിയത് 8 മണിയാണ്, രാവിലത്തെ 8 മണി സമയം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ. സ്വലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരമാണ് ഉറക്കിനേക്കാളും ഖൈർ കേട്ടോ, എഴുന്നേറ്റോളൂ എന്ന് പറയുന്ന വിളിയിൽ എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടിയപ്പോ. അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പൈസക്ക് ചെലവല്ലേ. വേദനയും കീറി മുറിക്കണതും വേറെ, വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെ, നമ്മൾ അനുഭവിക്കേണ്ട വേദന വേറെ. ഇനി അത് രക്ഷപ്പെട്ട് കിട്ടൂല്ലോ അതും അറിയില്ല, ചിലപ്പോൾ അങ്ങ് മരിച്ചുപോയി എന്ന് വരും. അപ്പോ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നിടത്ത് അള്ളാഹുവെ നമ്മുടെ റൂഹിനും ജസദിനും അള്ളാഹു ഉപകാരം നൽകുന്ന സമയമാണത്. അതുകൊണ്ട് രാവിലത്തെ നിസ്കാരങ്ങളിലേക്കുള്ള നടത്തം അത് വലിയ പ്രതിഫലമാണ്, നഷ്ടപ്പെടുത്തരുത്. ഓരോ കാൽവെപ്പിനും 10 കൂലി. ഓരോ കാൽവെപ്പും എത്ര സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടി വരും നടന്നു പോകാൻ, അതിന് മുഴുവനും കൂലിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രതിഫലം. യാ അല്ലാഹ്, മൻ തവല്ലഅ ഫഖാല ബഅദ ഫറാഗിഹി മിൻ വുദൂഇഹി, നിസ്കരിക്കുവാൻ വേണ്ടി വുദൂ എടുക്കുകയും വുദൂ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മജ്ലിസ് പിരിയുമ്പോൾ ചൊല്ലുന്ന ദിക്റുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇത് കഫാറത്തുൽ മജ്ലിസ് എന്ന് പറയുന്ന ദുആയാണ്. ഒരു മജ്ലിസ് കഴിഞ്ഞ് പിരിയുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, പരിശുദ്ധനാണ് റബ്ബേ നീ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്, നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളും ഈ ലോകത്തില്ല, നീ മാത്രമാണ്. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ, നിന്നോട് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ എന്നൊരാൾ പറഞ്ഞാൽ കുതിബ ഫീ റിഖിൻ, അത് പ്രത്യേകമായ ഒരു കടലാസിൽ രേഖപ്പെടുത്തപ്പെടുകയും തുമ്മ ജുഇല ഫീ ത്വാബഇൻ, സീൽ വെച്ചതിനെ മൂടിക്കളയുകയും ചെയ്ത് അല്ലാഹു തആല സീൽ വെച്ച് അടച്ചു വെച്ച പ്രത്യേകമായ ഒരു ദിക്റായി അല്ലാഹു സ്വീകരിക്കുകയും ഫലം യുക്സറ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാളിലാണ് ആ ഖബറുകൾ അല്ലാഹു പൊട്ടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുദൂ എടുത്ത് കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ദിക്റുണ്ട്, ദുആ ഉണ്ട്. ആ ദുആഇന്റെ കൂടെ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്,
അത് അല്ലാഹു തആല സീല് വെച്ച് സ്റ്റാമ്പ് ചെയ്ത് മൂടി വെക്കുമെന്നാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയ ദിക്റാണ്. ഇത് പൊട്ടിക്കുന്നത് സുബ്ഹാനല്ലാഹ് അന്ത്യനാളിലാണ്. അപ്പൊ എന്തൊരു സന്തോഷം ഉണ്ടാവും. ഈ കുറുക്കല്യാണം വെച്ചിട്ടുണ്ട്, കവറൊന്ന് പൊട്ടിച്ചു നോക്കല്, കല്യാണത്തിനൊക്കെ കിട്ടിയ കവറൊക്കെ അത് പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും തന്നിക്കണോ കിട്ടിക്കണോ ഇല്ലേ എന്നൊക്കെ അല്ലേ. നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് സന്തോഷിക്കാൻ ഇതിലും വലിയ ഹസനാത്തുകൾ. എത്ര ഉദു കൊടുക്കും നമ്മൾ? മിനിമം 5 ഉദു കൊടുക്കണ്ടേ? ഓരോ വക്തിനും ഉദു കൊടുക്കുകയാണെങ്കിൽ എടുത്തിട്ട് ജന്മത്ത് മുറിയാത്ത ആൾക്കാരുണ്ട്, അവരെ പറ്റിയല്ല പറഞ്ഞത്. ഉദു പുതുക്കൽ സുന്നത്താണ്. അപ്പോ ഓരോ ഫർള് നിസ്കാരത്തിനും ഓരോ വുളു സുന്നത്തിന് വേറെ എടുക്കാൻ പറ്റും, അങ്ങനെ എടുക്കാം. യാ അല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹു തആല അതിനെ സീല് വെച്ച് അടക്കം ചെയ്ത് ഖിയാമത്ത് നാളിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവിടെ വെച്ചുകൊണ്ടാണ് അത് തുറക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്റുകൾ നഷ്ടപ്പെടുത്തരുത്. നിസ്കാരം വെള്ളിയാഴ്ച ദിവസവും അൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ വൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ ഇദാ ജതുനിബത്തിൽ കബായിർ. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അതിനിടയിലുള്ള ചെറുദോഷങ്ങൾ റമളാനിൻ കാരണം അല്ലാഹു പുറത്തു തരും. ഈ റമളാൻ നമ്മൾ അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്തതാണ്, അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ച സമയങ്ങളാണ്. അല്ലാഹു തആലയെ ധാരാളമായി ഓർക്കുന്ന റമളാനാണ്. അടുത്ത റമളാൻ വരെ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു പോകും. വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. വൽ ഉംറത്തു ഇലൽ ഉംറ, ഒരു ഉംറ കഴിഞ്ഞാൽ അടുത്ത ഉംറ വരെ. അടുത്ത ഉംറക്ക് പോകണമെന്ന് നിയ്യത്ത് വേണം. അതാണ് പറഞ്ഞത്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും തുടരെ ചെയ്തുകൊണ്ടിരിക്കണം, ആഗ്രഹം വേണം. അങ്ങനെയാണെങ്കിൽ മുമ്പ് ചെയ്ത ഉംറ അടുത്തൊരു ഉംറക്ക് പോകാൻ അല്ലാഹുവെ സൗകര്യപ്പെട്ടാൽ ഞാൻ പോകും, നേരത്തെ തന്നെ പോകും എന്ന നിയ്യത്തോടു കൂടെയാണെങ്കിൽ ആ രണ്ടാമത്തെ ഉംറ നടക്കുന്നതിനിടയിൽ ഈ 2 ഉംറകൾക്കിടയിലുള്ള സമയത്ത് സംഭവിച്ചു പോയ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ورجل حضرها بإنصات وسكون ولم يتخطى رقبة مسلم. ഇത് പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജുമുഅക്ക് പോകുമ്പോൾ റജുലുൻ ഹദറഹാ ബിഇൻസാത്തിൻ, ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോൺ പോലും നോക്കാൻ പാടില്ല. മൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ, ചരൽക്കല്ലിൽ കൊണ്ട് കൈ തൊട്ടാൽ അവർ ഖുതുബയോടുള്ള അദബ് പാലിച്ചില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചരൽക്കല്ല് എന്ന് പറയാൻ കാരണം? അന്ന് പള്ളിന്റെ ഉള്ളിൽ ചരൽക്കല്ലാണ്, ടൈലില്ല, കാർപ്പറ്റില്ല, ചരൽക്കല്ലായിരിക്കും. അതുകൊണ്ട് ആ കല്ല് തൊട്ടു വെറുതെ ഇങ്ങനെ മിനിസുണ്ടോ അല്ലേ എന്നൊക്കെ വെറുതെ നോക്കിയായിരിക്കും. അയാൾക്ക് പോലും ഖുതുബയുടെ കൂലി നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൊബൈൽ നോക്കിയാലോ എന്തായാലും പോകുന്ന ഉറപ്പല്ലേ? പേഴ്സ് എടുത്ത് നോക്കി, അല്ലെങ്കിൽ സീലിംഗ് മൊത്ത ഡിസൈനിങ് നോക്കിയിരിക്കുകയാണ്. ഇമാം ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റാണ് നടക്കുന്നത്. ഇനി തിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദിക്റാണത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. മിണ്ടാണ്ടിരിക്കണം. ഖുതുബ ഓതുമ്പോൾ ഖുർആൻ ഓതാൻ പാടില്ലല്ലോ, അറിയാലോ. ചിലർ ഖുതുബ ഓതുമ്പോൾ അറിയാതെ അങ്ങ് തസ്ബീഹ് ചൊല്ലും, ചെല്ലാൻ പാടില്ല എന്നാണ്. ഖുതുബ നടക്കുമ്പോൾ തസ്ബീഹ് എല്ലാം പാടില്ല. ഇമാമിന്റെ ഖുതുബയെ തിരിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. അതൊരു അദബാണ്. ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഓടി വരണം എന്നാ പറഞ്ഞത്. അവിടെ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് പാടില്ല. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാം. പള്ളി കമ്മിറ്റിക്കാർക്ക് അവിടെ എന്തായാലും ഒരു പിരികൂട്ടൽ ആവശ്യക്കാർ, അപ്പോൾ ബക്കറ്റ് കൊടുത്തയക്കും. ഇമാം ഖുതുബ തുടങ്ങേണ്ട മുമ്പ് കൊടുത്തയച്ചോളി, അല്ലെങ്കിൽ ഖുതുബ കഴിഞ്ഞിട്ട്. ഈ ഖുതുബ നടക്കുന്ന ഇങ്ങനെ കൊടുത്തയക്കുക. മമ്മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ, അവരെ പേഴ്സ് എടുത്ത് ചില്ലറ എടുത്ത് മാറ്റവും പോയില്ലേ, ജുമാന്റെ ഖുതുബന്റെ കൂലി പോയില്ലേ. ഖുതുബ നടക്കുമ്പോൾ ചെയ്യരുത്, ഖുതുബന്റെ മുമ്പ് ചെയ്തോളി. ഖുതുബ കഴിഞ്ഞിട്ട് ബക്കറ്റ് ഇങ്ങനെ വിട്ടോളി, കുഴപ്പമില്ല. ഖുതുബ നടക്കണേ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഖുതുബന്റെ കൂലി നഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഇല്ലല്ലോ, അൽഹംദുലില്ലാ. നല്ല വിവരമുള്ള ഉസ്താദ്മാർ നാട്ടിലുണ്ടായ നല്ല സുഖമാണ്, കാര്യങ്ങൾ മനസ്സിലായി കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതങ്ങനെ നടക്കും. നാട്ടുകാരങ്ങനെ ഖുതുബ കൂലി അങ്ങ് പോവല്ലേ. ആരാണോ അത് ചെയ്തു വെക്കണത് അവരിതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് വറജുലുൻ ഹദറഹാ ബിഇൻസ്വാത്ത്, മൗനമായി ജുമുഅയെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കണമെന്ന. ഖുതുബ തുടങ്ങിയാൽ ഇമാം മിമ്പറിൽ കയറി മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നവരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനാണ്. ഒരു നിലക്കും മറ്റൊരിടത്തേക്കും ശ്രദ്ധ പോകാതെ ആ ദിക്റിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക.
അള്ളാഹുവിന്റെ ദിക്റാണത് എന്ന ബോധ്യത്തോടുകൂടെ ബിഇൻസാത്തിൻ വസുകൂൻ, ശാന്തമായി മൗനമായി ഖുതുബയെ ശ്രദ്ധിക്കുകയും വലം യതഖത്ത റഖബത മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെയും തോളിൽ ചവിട്ടി പോകാതെ ഒരു മനുഷ്യൻ ജുമുഅക്ക് പോയാൽ, അതായത് ലേറ്റ് ആയിട്ട് വരും, എന്നിട്ട് അവ്വൽ സഫക്ക് പോകുമാണ്, സലാം വിട്ടി ആദ്യം ഇറങ്ങി പോകുമാണ്. എന്തായി പരിപാടി? ഒന്നുകിൽ നേരത്തെ വരിക, അത്തരം ആൾക്കാർ നേരത്തെ വന്ന് അവിടെ ഇരിക്കുക. ഇത് വരുന്നത് ലേറ്റ് ആയിട്ട്, എന്നിട്ട് എല്ലാവരും തോള് ചവിട്ടി 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 പോയിട്ട് അവിടെ മുമ്പിൽ പോയിരിക്കും. ഇമാം സലാം വിട്ട് കഴിഞ്ഞിട്ട് പോരുന്നു കാണാം. ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ, ഒരു ഫുർജത്തുണ്ടെങ്കിൽ, ഒരു സൊഫിന്റെ വിടവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി ഒരാൾക്ക് പോകാം. എന്നാൽ പോലും അവിടെ ഇരിക്കുന്ന ജുമുഅയെ ഖുതുബയെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഈ തോള് ചവിട്ടി പോവെന്ന് പറഞ്ഞാൽ അതൊരു അസൗകര്യമാണ്. ഒന്ന് ബുദ്ധിമുട്ട്, ഒന്നിങ്ങനെ ചെരിഞ്ഞു കൊടുക്കണ്ടേ? അത് ആളുകൾക്ക് ചെറിയൊരു ഭാരമാണ്. അതുപോലും ചെയ്യരുത് എന്നാണ് നബി നിങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തോളിൽ തോണ്ടിയിട്ട് ഇങ്ങനെ പോവുക, അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഒരു വിടവ് അവിടെ ഉണ്ട്, ആ വിടവ് ഇയാൾ പോയിട്ട് തന്നെ നികത്തണം, വേറെ ആരും നികത്താനില്ല, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ വിടവിലേക്ക് പോകാൻ വേണ്ടി ഇയാൾക്ക് പോകാം. മിനിമം ഡിസ്റ്റർബൻസേ പറ്റൂ. ആളുകളെ ബുദ്ധിമുട്ടാക്കരുത്, തോളിലേക്ക് ചവിട്ടിയിട്ട് പോകരുത്. കാലുമത്തെ ചളിയൊക്കെ കുപ്പായത്തിലാവും ചിലരുത്, ചവിട്ടി പോകുമ്പോഴേ അങ്ങനെ നാക്കാൻ പാടില്ല. എന്തൊരു അദബാണ്! ജുമുഅ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമല്ലേ, അള്ളാഹുവിന്റെ ദിക്റല്ലേ. ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ ഈ ജുമുഅക്ക് ഇങ്ങനെ അച്ചടക്കത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ചെറുദോഷങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്തു കൊടുക്കുന്നതാണ്. വലം യതഖത്ത റഖബത മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ തോളിലും ചവിട്ടാതെ, തോൾ മറികടന്നു പോകാതെ, ബുദ്ധിമുട്ടാക്കാതെ ഒരു മനുഷ്യൻ എത്തിയാൽ, വലം യുദി അഹദൻ, ഒരാളെയും പ്രയാസപ്പെടുത്തുകയും ചെയ്യാതിരുന്നാൽ, ഫഹുവ കഫാറത്തുൻ ഇലൽ ജുമുഅത്തി അല്ലതി തലീഹാ, അങ്ങനെ ഒരു ജുമുഅ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ അടുത്ത ഒരു ജുമുഅക്ക് വരെ അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കാൻ ഈ ജുമുഅ മതി. കാരണം പറഞ്ഞത് ഒരാളുടെ തോളിലും ചവിട്ടാതെ പോകണം, ആരെയും ബുദ്ധിമുട്ടാക്കരുത്. വലം യുദി അഹദൻ, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. ജുമുഅക്ക് വന്നിരിക്കുമ്പോ, ജുമുഅക്ക് പള്ളിയിലെ ഉള്ളിൽ സ്ഥലമില്ല, പുറത്ത് ബുദ്ധിമുട്ടാണ്, ചൂടിലാണ് ആളുകൾ നിൽക്കുന്നത്. ഉള്ളിൽ മാക്സിമം സ്ക്വീസ് ചെയ്തിട്ട് മാക്സിമം ആളുകൾ ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇമാമുമാർ പുറത്ത് എത്രയോ ആളുകൾ വെയിൽ കൊണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുറത്താളുകൾ പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഖിറാഅത്ത് പോലും ചുരുക്കണം, ഖുത്ബ ചുരുക്കണം. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ഒരൽപ്പം നീളമുള്ള സൂറത്ത് ഓതിയപ്പോഴാ ഹബീബായ നബി തങ്ങൾ ചോദിച്ചത്, അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ നിങ്ങൾ ഫിത്ന ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു ഹബീബായ നബി തങ്ങൾ. മുആദ് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? പണ്ഡിതന്മാരുടെ നേതാവാണ്. യസ്ബിഖുൽ ഉലമാഅ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആലിമീങ്ങൾ മുഴുവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു കാലം മുമ്പ് മുആദ് എന്നവർ സ്വർഗ്ഗത്തിൽ കടന്നിരിക്കും. പണ്ഡിതന്മാരുടെ നേതാവാണ്. സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന, അവരാണ് മുആദ് തങ്ങൾ. ആ സ്വഹാബിയോട് തങ്ങൾ പറഞ്ഞു, മുആദേ നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണോ? എന്താ കാരണം എന്നറിയോ? നിസ്കാര ഇശായിൽ ദീർഘമായ സൂറത്ത് ഓതിയതാ വിഷയം. അന്നൊരു അൻസ്വാരിയായ കർഷകൻ നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കാൻ. മുആദ് എന്നവർ ഇമാമാണ്. മുആദ് എന്നവർ ചെയ്തിരുന്ന പണി എന്ന് വെച്ചാല് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ മദീനത്തെ പള്ളിയിൽ ജമാഅത്തായിട്ട് ഹബീബിന്റെ കൂടെ മഅ്മൂമായി നിസ്കരിക്കും. എന്നിട്ട് സ്വന്തം നാട്ടുകാർക്ക്, മഹല്ലുകാർക്ക് സുന്നത്താണ് മൂപ്പർക്ക് ഇശാഇന്റെ ഇമാമായി നിസ്കരിക്കും. മൂപ്പരുടെ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി മൂപ്പർ എന്ത് ചെയ്യും? ഇമാമായി നിസ്കരിക്കും മഹല്ലിൽ ചെന്നിട്ട്. അങ്ങനെ നിസ്കരിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മുആദ് റളിയല്ലാഹു അൻഹു. അന്നത്തെ സാഹചര്യം അനുസരിച്ചതാ, പഠിപ്പിച്ചു കൊടുക്കാൻ ആള് വേണം. മുആദ് തങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കുമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഒരു കർഷകൻ വന്നു. മുആദ് എന്നവര് സൂറത്തുൽ ബഖറ തുടങ്ങിയത്, കാരണം നല്ല ഹാഫിളാണ്, ആലിമാണ്, റാഹത്തിൽ ഓതാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കർഷകനായ മനുഷ്യൻ കൈയഴിച്ചു, സലാം വീട്ടി. മൂപ്പർ ഒറ്റക്ക് പോയി നിസ്കരിച്ചിട്ട് ഒരൊറ്റ പോക്ക് വീട്ടിലേക്ക്. പിറ്റേന്ന് രാവിലെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വിവരെത്തുമ്പോഴേക്ക് വേറെ ഒരാൾ ചെന്ന് മുആദ് എന്നവരോട് ആദ്യമേ പറഞ്ഞു, മുആദ് എന്നവരെ നിങ്ങൾ അറിഞ്ഞോ? എന്തേ?
ഇന്നാലിന്ന ഒരാൾ നിങ്ങളുടെ കൂടെ അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലിയിട്ട് നിസ്കാരത്തിനിടക്ക് പോയി. മുആദ് എന്ന് പറഞ്ഞത് മുനാഫിഖ്, അത് മുനാഫിഖിന്റെ പണിയാണല്ലോ എന്ന് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ സാധുത കേൾക്കുകയും ചെയ്തു, അറിഞ്ഞു. പൊന്നാര നബിയെ, ഞാൻ കർഷകനാണ്, ലീ നാദുഹാൻ, എനിക്ക് 2 ഒട്ടകമുണ്ട്. വെള്ളം കിണറ്റെന്ന് കോരുന്ന ഒട്ടകം, അങ്ങനെ കയറിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പിന്നാലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളാ ഞാൻ. പൊന്നാര നബിയെ, വെയിൽ കൊണ്ടിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. ആ ഒട്ടകത്തെ നോക്കണം, വെള്ളം ചിന്താതെ നോക്കണം, വെള്ളം ഒഴിച്ചെടുക്കണം, ആള് കിടന്നതിന്റെ പൈസ വാങ്ങിക്കണം. ഇങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ നിസ്കരിച്ചിട്ട് പോകാമെന്ന് വന്ന് നിൽക്കുമ്പോൾ മുആദ് എന്നവർ ചൊല്ലുന്നു സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് തുടങ്ങുന്നത്. പൊന്നാര നബി, എന്നെ കൊണ്ട് പറ്റൂല അത്ര നേരം നിൽക്കാൻ. ഞാൻ പോന്നു, എന്നിട്ട് എന്നെ പറ്റി പറയാണ് ഞാൻ മുനാഫിഖാണ് എന്ന്. അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു മുആദ് എന്നവരെ, മുആദേ, ഈ സംഭവം ശരിയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ സൂറത്തുൽ ബഖറയൊക്കെ ഓതൽ ഇശാക്ക് എന്ന് ചോദിച്ചു. ആ നബി, എൻ്റെ നാട്ടുകാരല്ലേ, അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, സമയമുണ്ടല്ലോ, ഞാൻ റാഹത്തിലങ്ങ് ഓതി കൊടുക്കും. എന്നാൽ മുആദേ, നിങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുന്നവരിൽ അൽളഈഫ, വളരെ ആരോഗ്യം കുറഞ്ഞ ആളുകളുണ്ടാകും, വൽ മരീള, രോഗികളുണ്ടാകും, വൽ മുസാഫിറ, യാത്ര പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോ അത്തരം ആളുകൾ ബാക്കിലുണ്ടാകുമ്പോൾ നിങ്ങൾ ദീർഘമായി സൂറത്ത് ഓതാൻ പാടില്ല. മുആദ്, അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ, ഇത് ഫിത്നയാണ്, ഇത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് എന്നവർ പിന്നെ ചെറിയ സൂറത്ത് ഓതാറുള്ളതാണ്. പിന്നെ പ്രത്യേകമായൊരു മസ്ജിദാണ്, ആളുകൾ വഴിയാത്രക്കാരൊന്നും കൂടുന്ന സ്ഥലമല്ല, നാട്ടുകാർ മാത്രമേ ഉള്ളൂ, അതിൽ യാത്രക്കാരൊന്നും ഇല്ല, എല്ലാവർക്കും പൊരുത്തമാണ്. എന്നാൽ പിന്നെ ദീർഘമായി സൂറത്ത് ഓതിക്കും, ഒരു കുഴപ്പമില്ല. അതല്ല, പല ആളുകളും കയറിറങ്ങി പോകുന്ന മസ്ജിദാണ്, യാത്രക്കാർ കൂടുതൽ കാണും, അവർക്ക് വേണ്ടി നിസ്കാരം ചുരുക്കലാണ്. അതാണ് ഫിഖ്, അതാണ് ദീൻ മനസ്സിലാക്കൽ. വറജുലുൻ ഹദറഹാ ബിഇൻസാത്തിൻ വസുകൂനിൻ വലം യതഖത്ത റഖബത മുസ്ലിമിൻ വലം യുദി അഹദാ, ആരെയും വിഷമിപ്പിക്കാതെ, ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ, ഒരാളുടെയും തോളിൽ കവച്ചു വെച്ച് നടക്കാതെ, ജുമുഅക്ക് മൗനമായി ശാന്തമായി ഒരാൾ ജുമുഅ ശ്രദ്ധിച്ചിരുന്നാൽ ഫഹുവ കഫാറത്തുൻ ഇലൽ ജുമുഅത്തി അല്ലതി തലീഹാ, അടുത്ത ഒരു ജുമുഅ വരെ ഈ ജുമുഅ അവർക്ക് പ്രായശ്ചിത്തമാണ്. വസിയാദതു 3 അയ്യാം, അപ്പൊ അടുത്ത ജുമുഅ വരെ 7 ദിവസമല്ലേ ഉള്ളൂ. 3 ദിവസം ഏറെ, 10 ദിവസത്തേക്ക് അല്ലാഹു 3 ദിവസം ബോണസ് ആയിട്ട് നൽകും. കഫാറത്താണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാന്ന് പറയും. ഒരു സ്വഹാബി ഹബീബിന് മുമ്പിൽ വന്നു, ഹലകതു യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ നശിച്ചു പോയി റസൂലേ, നശിച്ചു പോയി. എന്തേന്ന് ചോദിച്ചു. റമദാൻ മാസത്തിലാണ് അവർ വന്നത്. എന്തേന്ന് ചോദിച്ചു. നബിയെ, റമദാനിന്റെ പകലിൽ ഞാൻ എൻ്റെ ഭാര്യന്റെ കൂടെ കടന്നു, കുളി വാജിബായി എന്നർത്ഥം. എന്താ നബിയെ ഞാൻ ചെയ്യാ? ഞാൻ നശിച്ചു പോയല്ലോ, എനിക്കെല്ലാം നഷ്ടമായല്ലോ, എൻ്റെ ആഖിറം പോയല്ലോ നബിയെ എന്ന് പറഞ്ഞ് വിഷമിച്ചു. അതിന്റെ കഫാറത്ത് പറഞ്ഞെടുത്ത് പ്രായശ്ചിത്തം. എന്താ പ്രായശ്ചിത്തം? ഒരു ഒട്ടകത്തെ, ഒരു അടിമയെ നിങ്ങൾ മോചിപ്പിക്കണം. മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കണം. പൊന്നാര നബി, അടിമയൊക്കെ വാങ്ങണ എത്ര പൈസ വേണം? എൻ്റെ അടുത്തൊന്നുമില്ല. സും ഷഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. 60 നോമ്പ് കണ്ടിന്യൂസ്. എന്നെ ഇടയ്ക്ക് വിട്ടുപോയ തലക്കന്ന് വീണ്ടും തുടങ്ങണം. അപ്പൊ നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, ശ്രദ്ധിച്ചോളി. റമദാന്റെ പകലിലെങ്ങാനും ഇമാതിരി ഏർപ്പാട് തുടങ്ങിയാൽ 60 നോമ്പാ. ഓരോ നോമ്പിനും ലൈഫ് ടൈം മുഴുവൻ നോക്കേണ്ടി വരും. 60 നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പൊന്നാര നബിയെ, ഈ റമദാനിനെ എന്നെ കൊണ്ട് പിടിച്ചാൽ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ 60 നോമ്പൊക്കെ നോക്കാണ്? തങ്ങൾ ചിരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയാണത്. തങ്ങൾ പറഞ്ഞു, 60 മിസ്കീൻ ഭക്ഷണം കൊടുക്കണം. കൊടുത്തു. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഐന സായിൽ, ആ ആളെവിടെ? ഞാൻ നശിച്ചു എന്നൊക്കെ പറഞ്ഞു വന്ന ആളെവിടെയാണ്? ഞാൻ അതാ നബി, ഇവിടെ വാന്ന് പറഞ്ഞു. 60 മിസ്കീന്മാർക്കുള്ള ഭക്ഷണം റെഡിയാണ്. ഇത് നീ കൊണ്ടുപോയി നിന്റെ നാട്ടിലെ പാവപ്പെട്ട 60 ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണം. ഈ ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുക്കുന്നു. അലാ അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, ഞങ്ങളെക്കാളും ദാരിദ്ര്യമുള്ളവർക്ക് കൊടുക്കണം എന്നാണോ പറയണത്?
വല്ലാഹി മാ ബൈന ലാബതൈഹാ അഫ്ഖറ മിൻ അഹ്ലി ബൈതി, ഞങ്ങൾ താമസിക്കുന്ന നാട്ടില് ഞങ്ങളെക്കാളും ദാരിദ്ര്യം പിടിച്ച ഒരു വീട്ടുകാരനല്ല നബിയെ. എന്നാ പിന്നെ നിന്റെ വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ചെയ്ത ആ ഒരു തെറ്റിന് പ്രായശ്ചിത്തമായി നബി തങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് മൂപ്പര പേർക്കാർക്ക് തന്നെ കൊടുത്തേക്കുന്നത്. അത് നിന്റെ പ്രായശ്ചിത്തമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായശ്ചിത്ത കഫാറത്തുകളാണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തമാണ്. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ 3 ദിവസം ഏറെയും 10 ദിവസത്തേക്കുള്ള പ്രായശ്ചിത്തം ഒരു ജുമുഅ കൊണ്ട് അല്ലാഹു തആല നൽകും. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ, ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയ്ക്ക് അല്ലാഹു 10 ഇരട്ടിയാണ് കൂലി നൽകുന്നത് എന്നല്ലേ നബി അല്ലാഹുവിന്റെ വചനം. ഇത് ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ജുമുഅക്കുള്ള കൂലിയാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിലെ ഏറ്റവും സുരക്ഷിതമായ ഇരുട്ടുള്ള റൂമിൽ അവർ നിസ്കരിക്കുന്നതാണ് പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാളും അവർക്ക് കൂലിയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ജീവിതത്തിന്റെ ഒരു ആനന്ദമാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യലാണ്. ഇത് ബോധിച്ചവർക്ക്, അനുഭവിച്ചവർക്ക് രാത്രികാലങ്ങളിലെ നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല. തഹജ്ജുദിന് ഒരു മധുരമുണ്ട്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം മുഅ്മിനായ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടം തോന്നും അത് നഷ്ടപ്പെടുമ്പോൾ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, രാത്രികാലങ്ങളിലെ നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരും. പിന്നെ നിങ്ങൾക്ക് രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ തരും, രോഗങ്ങൾ വരാതിരിക്കും. അല്ലാഹുവിനത് പൊരുത്തമാണ്, സ്വർഗമാണ് അതിന്റെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, രാത്രി നിസ്കരിക്കുമ്പോഴേ ഉറക്കത്തിന് എഴുന്നേറ്റ് നമ്മൾ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ബ്രഷ് ചെയ്യാതെ ആയിരിക്കും നിസ്കരിക്കാൻ പോവാ. ഒരു കാര്യം ചെയ്യണം, ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാവൂ. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക, അത് സുന്നത്താണ്. من قام إذا قام أحدكم يصلي من الليل فليستك, നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ, തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ, ഫൽയസ്തക്, മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്യണം. എന്തുകൊണ്ട്? ഫഇന്ന അഹദകും ഇദാ ഖറഅ ഫീ സ്വലാത്തിഹി, നിങ്ങൾ നിസ്കാരത്തിൽ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ, വളഅ മലകുൻ ഫാഹു അലാ ഫീഹി, ഓതുന്ന ആളിന്റെ വായോട് അള്ളാഹുവിന്റെ മലക്കിന്റെ വായ ചേർത്ത് വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യഖ്റുജു മിൻ ഫീഹി ശൈഉൻ ഇല്ലാ ദഖല ഫമൽ മലക്, വായയിൽ നിന്ന് എന്ത് പുറപ്പെട്ടാലും അത് മലക്കിന്റെ വായയിലേക്ക് ആവുന്നുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഫഇന്നൽ മലായിക തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം, മനുഷ്യർക്ക് വെറുപ്പുള്ളത്, ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ്. വായനാറ്റം മനുഷ്യർക്ക് ബുദ്ധിമുട്ടല്ലേ, എന്ന പോലെ മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ രാത്രി തഹജ്ജുദിന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കും ഖുർആൻ ഓതുമ്പോൾ. അപ്പോൾ വായിൽ നിന്ന് മോശപ്പെട്ട ഗന്ധമുണ്ടാവരുത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ഫൽയസ്തക്, മിസ്വാക്ക് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ശീലമാക്കുക. മിസ്വാക്ക് കൂലിയാണ്. തങ്ങൾ പറയുമായിരുന്നു, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് വിചാരിച്ചത് കൊണ്ടാ, അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കുമായിരുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ما تصدق أحد بصدقة من طيب ولا يقبل الله إلا الطيب إلا أخذها الرحمن بيمينه وإن كانت تمرة فتربو في كف الرحمن حتى تكون أعظم من الجبل كما يربي أحدكم فلوه أو فصيله. كان رسول الله صلى الله عليه وسلم أجود الناس, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദാനം ചെയ്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ദാനശീലം ഹബീബിൻ്റെതാണ്. ലൗ ലം യകുൻ ഫീ കഫിഹി ഗൈറു റൂഹിഹി ലജാദാ ബിഹാ ഫൽയത്തഖില്ലാഹ സായിലുഹു. എന്താണോ ചോദിച്ചു വരുന്നത് അത് തങ്ങൾ എടുത്തു കൊടുക്കും, തങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹുവിന്റെ ഹബീബ് പറയട്ടെ, മാ തസദ്ദഖ അഹദുൻ ബിസദഖത്തിൻ മിൻ ത്വയ്യിബിൻ, നല്ല ഹലാലായത് അള്ളാഹുവിന് പൊരുത്തമുള്ളത് നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ വലാ യഖ്ബലു അല്ലാഹു ഇല്ല ത്വയ്യിബ്, ഏറ്റവും നല്ലതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നല്ലത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് കൊടുക്കുക, അങ്ങനെ ആവരുത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കീറിയ കുപ്പായം കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയണേ, ഈ കീറിയ കുപ്പായം, അന്നൊക്കെ കീറുന്ന കുപ്പായൊക്കെ തുന്നിയിട്ട് ആൾക്കാർ ഉപയോഗിക്കും. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ, സൂചി നൂലും ഒരു വീട്ടിലില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ കൊണ്ടുപോയി മാറ്റാൻ തുടങ്ങിയത്. നമ്മളൊക്കെ തുന്നി നടന്നത്. യാ അല്ലാഹ്. ഇബ്നു മസ്ഊദ് ഞങ്ങൾ പറയാം, ഞാനിത് ദാനം ചെയ്യട്ടെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. പിന്നെ ഞാൻ ചിന്തിക്കും, പടച്ചോനെ, നാളെ ഖിയാമത്ത് നാളിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ സ്വതക്ക അല്ലാഹ് എടുത്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ കീറിയ കുപ്പായല്ലേ അല്ലാഹ് കാണിച്ചു കൊടുക്കുക. അത് മടിച്ചിട്ട് ഞാൻ കൊടുക്കാതിരിക്കുകയാണ്. യാ അല്ലാഹ്. കാരണം കീറിയത് കൊടുക്കുന്നത് മോശമല്ലേ, നല്ലതല്ലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, നമുക്കിഷ്ടപ്പെട്ടത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കുക, അതിന് വലിയ കൂലിയാണ്. അത് ഈത്തപ്പഴമാണെങ്കിൽ തന്നെയും കാരുണ്യവാനായ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങളിൽ ആ ദാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് കൊടുത്താൽ ഒരു 10 രൂപ കൊടുത്തു, 100 രൂപ, 1000 രൂപ കൊടുത്തു, 1,00,000 കൊടുത്തു, അത് അതായിട്ട് മാത്രം നിൽക്കുകയല്ല, അതിനെ അള്ളാഹു വളർത്തും. ഒരു പർവ്വതത്തിനേക്കാളും വലുതായിട്ടത് വളർന്നു വരും. തങ്ങൾ പറയാ, ഫുലുവ് എന്ന് പറഞ്ഞാൽ കുതിരയുടെ കുട്ടിക്കാ പറയാ. കുതിരയുടെ കുട്ടിയെ നിങ്ങൾ തീറ്റ കൊടുത്ത് വളർത്തിയ കുഞ്ഞ് വലുതായി ഒരു വലിയ കുതിരയായി മാറുന്നില്ലേ എന്നതുപോലെ നിങ്ങളുടെ ചെറിയ ദാനം അള്ളാഹു വളർത്തി മല പോലെ ഉയർന്നതായി റബ്ബ് കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങിപ്പോയ സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. നമ്മൾ കേട്ട സംഭവമായിരിക്കും അല്ലേ. ഒരു പാറന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി 3 പേരും അവരവരുടെ അമലുകൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിൽ ഒരാളുടെ പ്രശ്നം എന്തായിരുന്നു? അല്ലാഹുവേ, കാനലി അജീർ, എനിക്ക് ജോലിയെടുക്കാൻ വന്ന ഒരു ജോലിക്കാരൻ അന്ന് വേതനം വാങ്ങാതെ അയാൾ പോയി. റബ്ബേ, ആ മനുഷ്യന്റെ വേതനം ഞാൻ സൂക്ഷിച്ചു എന്ന് മാത്രമല്ല, അത് ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഒരാടിനെ വാങ്ങിച്ചു. ആ ആടിന് കുഞ്ഞുണ്ടായി, 2 എണ്ണമായത്. വീണ്ടും അതിന് മക്കളുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞ് അല്ലാഹുവേ, എനിക്ക് ജോലി ചെയ്ത മനുഷ്യൻ എന്നെ തേടി വന്ന് എന്നോട് ചോദിച്ചു, എന്റെ ഒരു ദിവസത്തെ കൂലി എവിടെ എന്ന് ചോദിച്ചപ്പോ, അല്ലാഹുവേ, 2 മലനിരകൾക്കിടയിൽ താഴ്വാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന 100 കണക്കിന് ആട്ടിൻപറ്റങ്ങളെ ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ ഒരു ദിവസത്തെ വേതനം അതാ, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ചോദിച്ചു, എന്നെ കളിയാക്കണോ? ഒരു ദിവസത്തെ വേതനമല്ലേ ഞാൻ ചോദിക്കുന്നത്? ഈ ആടുകളൊക്കെ? അതെ, നിന്റെ ഒരു ദിവസത്തെ വേതനം അത് ഞാൻ നിനക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവന്നു. അത് പെരുത്ത് ഒരുപാട് എണ്ണമായി. ഇത് മുഴുവൻ നിന്റേതാണ്. അല്ലാഹുവേ, ആ മനുഷ്യൻ ഒരാട് പോലും അവിടെ ബാക്കി വെക്കാതെ തന്റേതാണെന്നറിഞ്ഞപ്പോ എല്ലാം കൊണ്ടുപോയി. റബ്ബേ, എന്നോടൊരു നന്ദിവാചകം പോലും അയാൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ചെയ്തത് റബ്ബേ നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ ഈ പാറക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ, ഗുഹക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ. അങ്ങനെ ആ പാറ ഒരൽപ്പം നീങ്ങി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജോലിക്കാരന്റെ ശമ്പളം എടുത്തു വെച്ചത് മാത്രമല്ല, അത് മൾട്ടിപ്ലൈ ചെയ്തു. അതൊരുപാടായി മാറി. ഒരു മനുഷ്യൻ ചെയ്യുന്ന വലിയ ത്യാഗമാണ്. അല്ല, അത്ഭുതം എന്താണെന്നറിയോ? എന്നാ മുതലാളി, 2 ആടുംകുട്ടിനെ നിങ്ങൾ വെച്ചോളി എന്ന് പറയുന്നതൊരു മാന്യതയാണ്. അതുപോലും അയാൾ ചെയ്തില്ല. പക്ഷെ ഇയാൾക്ക് അതുകൊണ്ട് വിഷമൊന്നും ഉണ്ടായില്ല. ഞാൻ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് റബ്ബേ, നിനക്ക് വേണ്ടി ചെയ്തതാണ്. ആ മനുഷ്യന് നന്ദി ചെയ്യണമെന്നോ എനിക്ക് ഒരു ലൈക്ക് അടിക്കണമെന്നോ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കാര്യം ചെയ്യുമ്പോഴേക്കും ലൈക്ക് ഇട്ടിക്കണോ? ഫേസ്ബുക്കിലൊക്കെ രാവിലെ ഓടിയിട്ട് അത്താഴത്തിന് എണീക്കുമ്പോൾ അത് നോക്കല്, ലൈക്ക് വന്നിട്ടുണ്ടോ, എത്ര ആളിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എത്ര ആൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ആൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. യാ അല്ലാഹ്,
അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നത് ചെയ്യായും വരുന്നു വരാത്തതും അതൊന്നും പിന്നെ ആലോചിക്കരുത്. അങ്ങനത്തെ ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടേ ഇതിന് ആരൊക്കെ ഫോർവേഡ് ചെയ്ത് എത്ര ആളിത് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളമിറക്കുന്ന മനുഷ്യന്മാർ